സാം ബഹദൂർ എന്ന സിനിമ നമ്മുടെ ബാബു രാമചന്ദ്രൻ അവതരിപ്പിക്കുന്ന വല്ലാത്തൊരു കഥ എന്ന് പറയുന്ന സീരീസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ സാം ബഹദൂറിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വിവരണമൊക്കെ കേട്ട് ഒരു അഭിമാനവും ഒരു സന്തോഷവും ഒരു സ്നേഹവും ഒരു ബഹുമാനം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കഥാപാത്രമാണ്, അല്ലെങ്കിൽ ജീവിച്ചിരുന്ന ഒരാളാണ് സാം ബഹദൂർ എന്ന് പറയുന്നത്. നിങ്ങൾ ആ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. ഒരു വലിയ ജീവിതത്തിനെ വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക, ആൻഡ് അദ്ദേഹം ആരായിരുന്നു എന്തായിരുന്നു എന്നുള്ള ഒരു ഇമേജ് നമ്മുടെ ഉള്ളിൽ പതിപ്പിക്കുക എന്ന് പറയില്ലേ, അത് ഗംഭീരമായിട്ട് ആ ഒരു എപ്പിസോഡിൽ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഞാൻ സാം ബഹദൂർ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിൻ്റെ മ്യൂസിക് തന്നെയാണ്. ഇപ്പോഴും തിയേറ്ററിൽ ഓടുന്നുണ്ട് കേട്ടോ പടം, നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാവുന്നതാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ സിനിമ തിയേറ്ററിലുണ്ട്. ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി തിയേറ്ററിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കാണാൻ ലേറ്റ് ആവുകയാണെങ്കിൽ സിനിമ തിയേറ്ററിൽ നിന്ന് പോയിട്ടുണ്ടാവും. മ്യൂസിക് വളരെ ഗംഭീരമായിരുന്നു, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ വിഷ്വലൈസേഷൻ, പല കാലഘട്ടങ്ങളാണ് നമ്മൾ കാണുന്നത്. അതായത് സാം ബഹദൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ അദ്ദേഹം ജനിക്കുന്ന സമയം മുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ പ്രധാനപ്പെട്ട കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടങ്ങളിലെ കാഴ്ചകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ ആളുകളുടെ ആറ്റിറ്റ്യൂഡിൽ വരുന്ന വ്യത്യാസങ്ങൾ അത് നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ ഈവൻ പട്ടാളക്കാരുടെ യൂണിഫോം എന്നൊക്കെ പറയുന്ന പോലത്തെ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ വളരെ ഗംഭീരമായിട്ടുള്ളൊരു റിസർച്ച് നടന്നിട്ടുണ്ടെന്നും വിഷ്വലി അത് വളരെ രസമായി വന്നിട്ടുണ്ടെന്നും എനിക്ക് തോന്നി. പിന്നെ ഒബ്വിയസ്ലി പറയാനുള്ളത് പ്രകടനങ്ങളെക്കുറിച്ചാണ്. അതിൽ വിക്കി കൗശലിനെ കുറിച്ച് വളരെയധികം എടുത്തു പറയേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ എടുത്തു പറയുകയാണ്. പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ക്യാരക്ടർ പിടിക്കുക എന്ന് പറയില്ലേ, ശരിക്കും സാം ബഹദൂർ ഇങ്ങനെ നടന്നിരുന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നോ ബിഹേവ് ചെയ്തിരുന്നത് എന്നൊന്നും എനിക്ക് വളരെ വ്യക്തമായൊരു ധാരണയൊന്നുമില്ല. പക്ഷേ ഈ പുള്ളി നടക്കുമ്പോൾ ഉള്ള ഒരു സംഭവമുണ്ട്, ആൻഡ് കയ്യിലിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത്, ആൾക്കാരെ എങ്ങനെ നോക്കുന്നു എന്നുള്ളത്, സംസാരിക്കുന്നു എന്നുള്ളത്, അതൊക്കെ വിക്കി കൗശലുണ്ടല്ലോ കറക്റ്റ് സ്കെയിലിൽ. അതായത് വിക്കി കൗശലിനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ആ ക്യാരക്ടറായിട്ട് ആ മനുഷ്യനിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഒരു സിനിമയിൽ. ഒരേ വ്യക്തിയുടെ പല കാലഘട്ടങ്ങളിലൂടെയുള്ള അയാൾക്ക് പലതരത്തിലുള്ള പവറുകൾ കിട്ടി മുന്നോട്ട് വരുന്നതൊക്കെയാണ്. അപ്പോൾ ആ ഓരോ സിറ്റുവേഷനിലും പുള്ളി ബിഹേവ് ചെയ്യുന്നതൊക്കെ പോലെയുള്ള കാര്യങ്ങൾ എല്ലാം കൊണ്ടും വിക്കി കൗശൽ അർമാദിച്ചിട്ടുണ്ട്. ആൻഡ് ഈ സിനിമ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്, ഞാൻ ടോക്സിക് മാസ്കുലിനിറ്റി എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോൻ്റെ ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞ സെൻറ്റൻസിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു ടോക്സിക് മാസ്കുലിൻ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു വന്നപ്പോൾ അതിൽ പറഞ്ഞ ആ സെൻറ്റൻസ് കൺസ്ട്രക്ഷനിൽ ഉണ്ടായിട്ടുള്ളൊരു മിസ്റ്റേക്ക് വെച്ചുകൊണ്ട് ഒരുപാട് പേര് മാസ്കുലിൻ ആവുന്നത് എന്തോ ഒരു വലിയ പ്രശ്നമായിട്ടൊക്കെ ഞാൻ അവതരിപ്പിച്ചു എന്നുള്ള രീതിയിൽ ആ ഒരു കുഞ്ഞു സെൻറ്റൻസ് മാത്രമേ, ബാക്കി ആ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യത്തിനെ കുറിച്ച് ആർക്കും അഭിപ്രായമൊന്നും പറയാനില്ല. പക്ഷേ ആ ഒരു സെൻറ്റൻസ് മാത്രം വെച്ചുകൊണ്ട് ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആണായിരിക്കുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിൽ ഈ പറയുന്ന കരുത്ത്, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ഒരുപാട് എലമെൻറ്റുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഒക്കെ കൂടെ തലച്ചോറുണ്ടായിരിക്കുക, ഇൻ്റലിജൻ്റ് ആയിരിക്കുക, ഇമോഷണൽ ഇൻ്റലിജൻ്റ് ആയിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ആൻഡ് നമ്മുടെ ഒപ്പമുള്ള നമ്മളെക്കാൾ ഇപ്പോൾ അധികാരത്തിൻ്റെ പേരിൽ, പണത്തിൻ്റെ പേരിൽ, ഈവൻ ജെൻഡർ എന്ന് പറയുന്നൊരു കാര്യം, അദ്ദേഹം ജീവിച്ച കാലഘട്ടം എല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളുടെയും പേരിൽ തനിക്ക് വേണമെങ്കിൽ തൻ്റെ താഴെയായി കാണാമായിരുന്ന ആളുകളെ പോലും ഈക്വൽ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് അവരെ കാണേണ്ടത് എങ്ങനെയാണോ അങ്ങനെ കണ്ടുകൊണ്ട് അത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. ബുദ്ധിയുള്ള മനുഷ്യനായിട്ടുള്ള ഒരാണിനെ നിങ്ങൾക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. ആനിമൽ അല്ലാത്ത ഒരു പുരുഷനെ നിങ്ങൾക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. ആൻഡ് അനാവശ്യ ഗ്ലോറിഫിക്കേഷനുകളിലേക്കൊന്നും സിനിമ ഒട്ട് പോകുന്നുമില്ല. ആകെ മൊത്തത്തിൽ ഗുഡ് ടു വാച്ച് എന്നാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ സാം ബഹദൂറിൻ്റെ ജീവിതത്തെക്കുറിച്ച് ധാരണയുള്ള ഒരാളെയൊക്കെ സംബന്ധിച്ച് മിക്കവാറും യുദ്ധരംഗങ്ങൾ ഒരുപാടുണ്ടാവും എന്ന് ചിലപ്പോൾ പ്രതീക്ഷിച്ചേക്കാം. അങ്ങനെയൊന്നും വിചാരിക്കരുത്. കാരണം പല പ്രധാനപ്പെട്ട യുദ്ധരംഗങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള വയലൻസ് കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന സീക്വൻസുകളൊക്കെ പത്രവാർത്തകൾ പോലെയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുക. ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയുന്ന ആ കാലഘട്ടങ്ങളിൽ വന്നിട്ടുള്ള പത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലത്തെ കുറച്ച് ഷോർട്സും കാര്യങ്ങളും അങ്ങനെയാണ് അവർ മാനേജ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ ബഡ്ജറ്റിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ച നമ്മളിലേക്ക് കാണിക്കുക എന്നുള്ളതാണ്, യുദ്ധം കാണിക്കലല്ല മെയിൻ ലക്ഷ്യം എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കാം. പല കാരണങ്ങളുണ്ടാവാം. എനിക്കതൊക്കെ ഇഷ്ടപ്പെട്ടു. അത് അങ്ങനെ ചെയ്യുന്നതിന് അതിൻ്റേതായിട്ടുള്ളൊരു ബ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ചിലർക്കതൊരു നെഗറ്റീവ് ആയേക്കാം, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സിനിമ, ആൻഡ് അദ്ദേഹത്തിനോട്, ആ വ്യക്തിയോട് കൂടുതൽ ബഹുമാനം തോന്നിപ്പിച്ച ഒരു സിനിമ കൂടിയാണിത്. ഡയലോഗുകൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓപ്പൺഹൈമർ കണ്ടിട്ട് മുഴുവൻ സംസാരമാണെന്നേ, അതിൻ്റെ അകത്ത് വലിയ ആക്ഷനും കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് വ്യസനിച്ചിരുന്ന ആളുകളുള്ള നാടാണ്. അതുകൊണ്ടാണ് ഇത് എടുത്ത് പറയേണ്ടി വരുന്നത്. സോ സ്വീറ്റി, പറ്റിയാൽ ഈ സിനിമ കാണാൻ ശ്രമിക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.